ഹായ് ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് NOS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ക്വാഡ്രിലാറ്ററൽ? നമ്മൾ പലപ്പോഴും ചതുർഭുജങ്ങൾ അഥവാ ക്വാഡ്രിലാറ്ററലുകളെ കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 4 സൈഡ്സ്, 4 വെർട്ടിസസ് ആൻഡ് 4 ആംഗിൾസ് എന്നാണ്. 4 വശങ്ങളും 4 അഗ്രങ്ങളും അതുപോലെ തന്നെ 4 ആംഗിളുകളുമുള്ള ഒരു ഷേപ്പിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള ക്വാഡ്രിലാറ്ററലുകൾ നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് കാണുന്നതാണ്. ഈ പറയുന്ന പിറകിൽ കാണുന്ന ഈ ഒരു സ്ക്രീൻ അതൊരു ക്വാഡ്രിലാറ്ററലാണ്. അതുപോലെ തന്നെ പല രൂപത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളിൽ നമുക്കതിൻ്റെ ഷേപ്പ് കാണാം. ഈ ക്വാഡ്രിലാറ്ററലിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഒരു ക്വാഡ്രിലാറ്ററലിന് 4 വശങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. അതുപോലെ തന്നെ ഇതും ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഇതും ഒരു ക്വാഡ്രിലാറ്ററലാണ്. അങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്ത തരം ക്വാഡ്രിലാറ്ററലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കൂ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ABCD എന്ന് പറയുന്ന 4 പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഓരോ വെർട്ടിസസിനും ഓരോ നെയിം കൊടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് 4 സൈഡ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? 4 സൈഡ് ഉണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 4 സൈഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ AB എന്ന് പറയുന്ന ഒരു സൈഡ്, BC എന്ന് പറയുന്ന ഒരു സൈഡ്, CD എന്ന് പറയുന്ന സൈഡ്, AD എന്ന് പറയുന്ന സൈഡ്. അപ്പോൾ ഇതിലെ സൈഡ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ പറയുന്നു? AB ഒരു സൈഡാണ്, അതുപോലെ തന്നെ BC ഒരു സൈഡാണ്, CD ഒരു സൈഡാണ്, അതുപോലെ തന്നെ ADയും ഒരു സൈഡാണ്. ഇങ്ങനെ 4 സൈഡ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇതിലെ വെർട്ടിസസ് ഏതൊക്കെയാണ്? വെർട്ടിസസ് ഏതൊക്കെയാണ്? ഈ A എന്ന് പറയുന്നത് BCD, ഇത് 4ഉം ഒരു വെർട്ടിസസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി പ്രധാനമായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആംഗിൾസ് ആണ്. നോക്കൂ, ഇവിടെ ആംഗിൾ A എന്നാണ്, ഇത് ആംഗിൾ B ആണ്, ആംഗിൾ C ആണ്, ആംഗിൾ D. 4 ആംഗിളുകൾ, ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ T. ഈ 4 കോൺ അളവുകൾ, ഈ 4 ആംഗിളുകളെ നമുക്ക് ഇതിലായി കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ്. ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന 4 ആംഗിളുകളുടെയും പ്രത്യേകത എന്തായിരിക്കും? നോക്കൂ, ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ABCD എന്ന് പറയുന്ന 4 വെർട്ടിസസ്, അതുപോലെ തന്നെ 4 ആംഗിളുകളും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D, ഈ 4 ആംഗിളുകളും കൂടി പരസ്പരം ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ പരസ്പരം ആഡ് ചെയ്താൽ ഇവിടുത്തെ ആംഗിള്, ഇവിടെയുള്ള ആംഗിള്, ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ 4 ആംഗിളുകളും നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ട ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് നോക്കൂ, ഈ പറയുന്ന വെർട്ടിസസിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസ് ആണ് ഈ പറയുന്ന C എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് എന്ത് ചെയ്യുന്നു, ഞാനിതിനെ മൊത്തത്തിൽ മായ്ക്കുന്നു. ഓക്കെ, നോക്കൂ, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുക. A എന്ന് പറയുന്ന വെർട്ടിസസ് അതെന്ത് ചെയ്യുന്നു, C എന്ന് പറയുന്ന വെർട്ടിസസിനോട് ജോയിൻ ചെയ്യുന്നു. അതുപോലെ D എന്നുള്ള വെർട്ടിസസ്, D എന്ന് പറയുന്ന വെർട്ടിസ് എന്ത് ചെയ്യുന്നു, ഇതിനോട് പരസ്പരം ജോയിൻ ചെയ്യിക്കുന്നു. ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിൽ നിന്നും നമുക്ക് 2 ഡയഗണൽ ലഭിക്കുന്നു. അപ്പം ഒരു ക്വാഡ്രിലാറ്ററലിൽ നിന്ന് 4 സൈഡ്സ് ഉണ്ടായിരിക്കും, 4 ആംഗിൾസ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതിന് പുറമെയാണ് 2 ഡയഗണൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇനി ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു രൂപത്തിൽ നോക്കാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ABCD എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ സം ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഈ
നമ്മുടെ ഡയഗണലിനെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 2 ട്രയാങ്കിൾസ് ലഭിക്കും. അതായത് നോക്കൂ, ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾസ് കിട്ടും. അതുപോലെ തന്നെ ട്രയാങ്കിൾ ADC എന്ന് പറയുന്ന അടുത്തൊരു ട്രയാങ്കിളും കൂടി കിട്ടും. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ സം ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ മറ്റു ഈ ഒരു ഇതിൻ്റെയും 180 ഡിഗ്രി ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. ഇതാണ് പ്രധാനമായിട്ടും ക്വാഡ്രിലാറ്ററലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. ക്വാഡ്രിലാറ്ററലുകളിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഷേപ്പുകൾക്ക് പുറമെ മറ്റേതൊക്കെയുണ്ട് എന്ന് നോക്കാം. ഇതിനെ വിളിക്കുന്ന പേര് ട്രപ്പേസിയം എന്നാണ്. ട്രപ്പേസിയം എന്ന് വിളിക്കുന്നു. അതുപോലെ ഇത് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും ക്വാഡ്രിലാറ്ററൽ ഷേപ്പുകൾ ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.